മോർണിംഗ് ഓൾ ഹെയർസ്മിൻ്റെ അവിടെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ US വിക്സ് ഒന്ന് കൂൾ ഡൗൺ ആയിരുന്നു, 4% ഇടിഞ്ഞിരുന്നു. നാസ്ഡാക്കും ഡോയും ഗംഭീര റാലിയിലാണ്. ഡോ എല്ലാം തന്നെ കാണാം 500 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. അതിന് മുകളിലുള്ള രണ്ട് യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് നിഫ്റ്റി, ഡോ ഫ്യൂച്ചർ, നാസ്ഡാക്ക് ഫ്യൂച്ചർ ഒന്നും തന്നെ പ്രത്യേകമായ ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്നില്ല. ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ 77,000 ആയി. ബ്രെന്റ് ഓയിൽ $91 പെർ ബാരൽ. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4,600 എന്ന നിലയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു കാര്യം, ഗോൾഡ് തിരികെ കയറി. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വളരെയധികം ഗുണകരമായി. ബിറ്റ്കോയിന് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടി. ബിറ്റ്കോയിലും ലോ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്ത ആളുകൾക്ക് ബിറ്റ്കോയിനിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ്. ഇനി ഈ ഒരാഴ്ച ഒരുപാട് ഈവൻറ്റുകളുണ്ട്. ഈ ഈവൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യം 25 ഓഗസ്റ്റിൽ US നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ US നിന്ന് ന്യൂ ഹോം സെയിൽസ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇനി 26-ാം തീയതി US നിന്ന് GDP എസ്റ്റിമേറ്റ് വരും. കൂടാതെ അതേ ഡേറ്റിൽ US PCE ഇൻഫ്ലേഷൻ ഡേറ്റ വരും. കൂടാതെ തന്നെ US ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡേറ്റ വരും. ഇനി NVIDIAയുടെ റിസൾട്ട് അന്നുണ്ട് 26-ാം തീയതി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ജാക്സൺ ഹോംസ് അവിടുത്തെ US സെൻട്രൽ ബാങ്ക് തലവന്മാരുടെ സ്പീച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച US മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഡേറ്റ ഉള്ള ഒരു ആഴ്ച തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഓവർനൈറ്റ് പൊസിഷനെല്ലാം തന്നെ എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. കാപ്ലിൻ കമ്പനി, US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി കമ്പനിയുടെ പ്രമിസസിൽ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം ഈ EIR റിപ്പോർട്ട് കിട്ടിയില്ല. ഈ ലബോറട്ടറി കമ്പനീസിലെല്ലാം തന്നെ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി വരും, ഇൻസ്പെക്ഷൻ നടത്തും. അപ്പോൾ EIR റിപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നതാണ് പോസിറ്റിവിറ്റി. കിട്ടിയില്ല. 10 ഒബ്സർവേഷൻ റേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. നാറ്റ്കോ ഫാർമ സമാനമായ രീതിയിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി, EIR റിപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ള ന്യൂസ് ഉണ്ട്. പവർ ഗ്രിഡ്, ഇവർക്ക് 822 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ്. അപ്പോളോ മൈക്രോ സിസ്റ്റം കമ്പനിയുടെ ഇപ്പം നമ്മളുടെ ന്യൂസ് ഉള്ളത്, കമ്പനിക്ക് പ്രീമിയർ എക്സ്പ്ലോസീവിലുള്ള സ്റ്റേക്ക് ഉയർത്താനായിട്ട് സെബി അപ്രൂവ് കൊടുത്തു എന്നുള്ള ന്യൂസ്. ഫെഡറൽ ബാങ്ക് $500 മില്യൺ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ജുബിലൻ ഫാർമ കമ്പനിക്ക് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടി, പുതിയ മെഡിസിൻ എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇന്നോവേഷൻ കമ്പനിക്ക് 51 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മമത മിഷനറി കമ്പനിക്ക് പുതിയൊരു പേറ്റൻറ്റ് കിട്ടിയെന്നുള്ള ന്യൂസ് ഉണ്ട്. മിഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട്. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി 93 കോടി രൂപയുടെ ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസ്. BR ഗോയൽ ഇൻഫ്രാസ്ട്രക്ചർ 151 കോടി രൂപയുടെ ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസ് ഉണ്ട്. NTPC ഗ്രീൻ എനർജി 500 മെഗാവാട്ട് കപ്പാസിറ്റിയുടെ പുതിയൊരു ഓർഡർ കിട്ടി. GHCL കമ്പനി, ഇവർക്ക് അനുകൂലമായൊരു ലീഗൽ ഓർഡർ ഇവർക്ക് അനുകൂലമായിട്ട് കിട്ടിയെന്നുള്ള ന്യൂസ്. ലെൻസ്കാർട്ടിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 2.6% സ്റ്റേക്ക് വിറ്റ് മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് 24,300 1.1 എബോവ് ആണ് പുട്ട് കോൾ റേഷ്യോ ഉള്ളത്. 24,000 മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. 24,200 നിൽക്കുന്നുണ്ട്. എന്നാലും കോൾ സൈഡിലും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കോൾ റൈറ്റിംഗ് ഉണ്ട്. കൺസോൾട്ടേഷനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റിൻ്റെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ക്രൂഡ് പ്രൈസ് ഹൈ ലെവലിലാണ്, 91 എബോയാണ് നിൽക്കുന്നത്. ക്രൂഡ് പ്രൈസ് ഇങ്ങനെ ഹൈ നിൽക്കുമ്പോഴും സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ പ്രത്യേക തീരുമാനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇറാനും US അവർ രണ്ടുപേരും ഒട്ടും തന്നെ അഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ കമ്മോഡിറ്റി വെസൽസ് എല്ലാം തന്നെ പോകുന്നതിൻ്റെ അളവും വളരെയധികം കുറവാണ്. അപ്പോൾ അതാണ് ക്രൂഡ് പ്രൈസ് ഹൈ നിൽക്കുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങളിലൊന്നും ബാധിക്കാതെ
നമ്മുടെ ബിറ്റ് കോയിൻ ശക്തമായ റാലി, ബിറ്റ് കോയിൻ ചാർട്ട് കാണിക്കാം. 77,486 എന്ന നിലയിലാണ് ഇപ്പോൾ ബിറ്റ് കോയിൻ ഉള്ളത്. നല്ലൊരു പ്രൈസ് ആക്ഷനാണ് ബിറ്റ് കോയിനിൽ കാണുന്നത്. സപ്പോർട്ടും റെസിസ്റ്റൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യുക. കോഴ്സ് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള അതിൻ്റെ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഗൂഗിൾ ഫോമിൽ ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക, അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ആൾ.